മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാമകരണം ചെയ്ത ഒരു കുഞ്ഞ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിന്ന് ജനിച്ചിട്ടുണ്ട്. ആ വിവരം കേട്ടപ്പോ ഈ കേട്ട ആളുകൾ മുഴുവനും യഹൂദിന്റെ അടുത്ത് പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ വീട്ടുകാരും പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദി പറഞ്ഞു, അതെന്നെയാണ് ആ കുട്ടി എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളൊന്നും എന്റെ കൂടെ പോരണം, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ യഹൂദി ഇങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞു, തങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്തേക്ക് എത്തിച്ചു. ഒരൊറ്റ നോട്ടം നോക്കി ആ മുദ്ര കണ്ടപ്പോഴേക്ക് ഫഖറ മഗ്ശിയൻ അലൈഹി, യഹൂദി ബോധം കെട്ട് വീണുപോയി. കാരണം യഹൂദിക്ക് ശരിക്കും ഉറപ്പായി, ഇങ്ങനെ ഒരു ഖത്മുൻ നുബുവത്തുള്ള ഒരു കുട്ടിയാണ് അവസാനത്തെ നബിയായി വരുന്നത് എന്ന് തൗറയിൽ നിന്ന് വായിച്ചെടുത്ത വിവരം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അന്നത്തെ കാലത്തെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച്, ശേഷം റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയത്തെ പറ്റി വിവരിച്ചു കൊടുത്തതിന്റെ ബാക്കി പത്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് യഹൂദി പറയുന്നത്. ആ ഖത്മുൻ നുബുവത്ത് കണ്ടപ്പോ ബോധം കെട്ട് വീണുപോയി. ഇല്ലാത്ത സംഭവം തന്നെ. അപ്പൊ ബോധം തെളിഞ്ഞിട്ട് ചോദിച്ചു, വൈലക്, ജനങ്ങൾ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിപ്പോയത്? യഹൂദി പറഞ്ഞു, വല്ലാഹി ദഹബത്തിൻ നുബുവത്തു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ നിന്ന് നുബുവത്ത് അസ്തമിച്ചു. ഇപ്പോൾ നബി വന്നിരിക്കുന്നത് ആരിൽ നിന്നാണെന്നറിയോ? അറബികളെ, നിങ്ങളിൽ നിന്നാണ്. എന്നിട്ട് പറഞ്ഞു, അഫ്റഹതും ബിഹി, നിങ്ങൾ സന്തോഷിക്കണം. യഹൂദി പറയാണ്, ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം ഖുറൈശികളെ. അമാ വല്ലാഹി ലയസ്തുവന്ന ബികും സത്വാ, നിങ്ങളെ എല്ലാവരെയും ഈ കുഞ്ഞ് കീഴ്പ്പെടുത്തും കേട്ടോ, നിങ്ങളെല്ലാവരെയും കീഴ്പ്പെടുത്തും. യഖ്റുജു ഖബറുഹാ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ കുഞ്ഞിന്റെ വിവരം എത്തും. ഈ കുട്ടിയെ കുറിച്ച് അറിയാത്ത ഒരാളും ഉണ്ടാകൂല, ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരങ്ങൾ.